അള്ളാഹു നമ്മളിലേക്ക് ഒരാളുടെ ശരീരത്തിലേക്കോ ഒരാളുടെ വസ്ത്രവിധാനത്തിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്. നമ്മളൊക്കെ പലരെയും തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. ഞാൻ ഇന്ന് കണ്ണൂരിൽ ട്രെയിൻ ഇറങ്ങി, എനിക്കാണെങ്കിൽ കോഴിക്കോട് ഷെയ്ഖുന ഉസ്താദിനെ കാണാനുള്ള നിർബന്ധമായ ഒരാവശ്യമുണ്ടായിരുന്നു. മടവൂർ ഷെയ്ഖുനാന്റെ ഹദ്റത്തിൽ ചെന്ന് അങ്ങനെ കണ്ണൂരിൽ ഇറങ്ങി. യഥാർത്ഥത്തിൽ വരേണ്ട വാഹനം ചെറിയ തകരാറ് കാരണം അവിടെ എത്തിയില്ല. സ്വാഭാവികമായി ഇവിടെ എത്തിയില്ലേ വളരെ നിർബന്ധമാണല്ലോ. അപ്പൊ പിന്നെ ടാക്സി വിളിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല. അങ്ങനെ ഞാന് ആ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തുള്ള ടാക്സി സ്റ്റാൻഡിലേക്ക് ചെന്നു. കുറെ കാറുകൾ അവിടെ നിർത്തിയിട്ടുണ്ട്. മുമ്പിൽ ക്യൂ ഉള്ള കാറുണ്ട്, അതിന്റെ പിന്നിലുള്ള കാറുകളുണ്ട്. യഥാർത്ഥത്തിൽ നിയമപ്രകാരം അതിന്റെ കാനൂനിയത്ത് പ്രകാരം മുമ്പിലുള്ള കാറിനെ വിളിക്കണം എന്നാണ് നിയമം. അങ്ങനെയാണ്. അല്ലെങ്കിലും അവര് പ്രശ്നം ഉണ്ടാക്കും. പിന്നിലുള്ളവർ പറയും അയാൾ എന്തിനാ വിളിച്ചത്, നമ്മളെ വിളിച്ചാ പോരെ എന്നൊക്കെ. മുമ്പിലുള്ള ആളുകളെ വിളിക്കാതിരുന്നാലുള്ള പ്രയാസം. പക്ഷെ നമുക്ക് പെട്ടെന്ന് കാറ് കണ്ടപ്പോ ആ കാർ ഇഷ്ടപ്പെട്ട് ഏതായിരുന്നാലും അയാളെ കൂടെ അയാളെ കാറിൽ യാത്ര ചെയ്യാം എന്ന് വിചാരിച്ച് ഏതായിരുന്നാലും അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പോവോ ചോദിച്ചു. അവർ മുമ്പിലുള്ള ആളെ പോകുന്നതാണ്, നമുക്ക് ഈ കാറാണ് വേണ്ടതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലൊക്കെ വലിയ ചരടൊക്കെ കെട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പല രൂപത്തിലായി മനസ്സിലാക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരാളെയും വിലയിരുത്തരുത് എന്ന് പറയാൻ വേണ്ടിയാണ്. മനുഷ്യന്മാരിൽ നല്ല ആളുകളായ ധാരാളം ആളുകളുണ്ട്. അദ്ദേഹം ഒരുപാട് ചരടുകളൊക്കെ കയ്യിൽ കെട്ടിയിട്ടുണ്ട്, പല കളറിലും പല രൂപത്തിലുമുള്ള ചരടുകൾ. അപ്പൊ അദ്ദേഹത്തിന്റെ വാഹനം, അദ്ദേഹത്തിന്റെ കാറിൽ അദ്ദേഹം ആരാധിക്കുന്ന ആരാധ്യ വസ്തുവിന്റെ ആ ബിംബത്തിന്റെ ചിത്രങ്ങളും ഫോട്ടോകളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഒരു അമുസ്ലിമായ സഹോദരനാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ യാത്ര തുടങ്ങിയപ്പോ ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ചു. പരിചയപ്പെടാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം ഒരുപാട് കാലങ്ങൾ ഇങ്ങനെ അയവിറക്കുകയാണ്. 25 വർഷക്കാലം അദ്ദേഹം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിൽ അദ്ദേഹം പല അറബികളും പഠിച്ചിട്ടുണ്ട്, വുളൂവെടുക്കാൻ പഠിച്ചിട്ടുണ്ട്, ഒക്കെ അദ്ദേഹം വിശദീകരിച്ചു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഉസ്താദെ, എന്നെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഞാനൊരു വലിയ എല്ലാ മുസ്ലിമീങ്ങളോട് എതിർപ്പുള്ള അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ കാണുമ്പോൾ മോശമായി കാണുന്ന ഒരാളാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ പറഞ്ഞു നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ മനുഷ്യന്മാരെല്ലാം നന്നായാൽ മതി. മനുഷ്യന്മാരെല്ലാവരും നന്നാവണം. അവിടെ മതത്തിന് യാതൊരു പ്രത്യേകതകളും ഇല്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അവിടെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത് മനുഷ്യൻ നന്നാവുക എന്നുള്ളതാണ്. അത് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് മതത്തിൽ ജീവിക്കുന്നവരായാലും അവരൊക്കെ നല്ല മനുഷ്യന്മാരായി ജീവിക്കണം. ആരോടും വൈരാഗ്യമില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ. ഇവിടെ എല്ലാ മതവിഭാഗങ്ങളും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കണം. അതാണ് അള്ളാഹുവിന്റെ ദീൻ. അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മൾക്ക് അങ്ങനെ ഒരു വൈരാഗ്യമോ വെറുപ്പോ ഒന്നുമില്ല. നിങ്ങളെ കണ്ടപ്പോൾ നമുക്ക് സന്തോഷമാണ്. നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങളുടെ കാറിൽ വെച്ചതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. ആ കാറ് വിളിക്കാനും നമുക്ക് യാതൊരു പ്രശ്നമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വെറുപ്പ് നിങ്ങളോട് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ വിചാരിക്കും നിങ്ങളുടെ വാഹനം വിളിക്കണ്ട, വേറെ ഏതെങ്കിലും വാഹനം വിളിക്കാൻ മതി എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കിടയിൽ നല്ലൊരു കാറ് കണ്ടു, അത്രയേ നമ്മൾ നോക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ ഉസ്താദ്, എന്നാൽ ഒരു കാര്യം അറിയോ, എന്റെ പേഴ്സിൽ ഒരു സാധനമുണ്ട്. എന്നിട്ട് ആ പേഴ്സ് ആ സഹോദരൻ തുറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ പേഴ്സിന്റെ ഉള്ളിൽ അദ്ദേഹം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അദ്ദേഹം എടുത്ത് കാണിച്ചു തന്നു. ഉസ്താദ് ഇതെന്താണെന്നറിയുമോ? ഞാൻ ആ പേഴ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ കഷ്ണങ്ങൾ നോക്കിയപ്പോ ഉസ്താദെ 25 വർഷം മുമ്പേ ഞാൻ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന സമയത്ത് എനിക്കൊരു അറബി തന്ന ഒരു കഅബയുടെ ചിത്രമാണ്. ഈ കഅബയുടെ ചിത്രമാണ് എൻ്റെ പേഴ്സിലുള്ളത്. 25 വർഷമായി ഈ പേഴ്സിൽ നിന്ന് ഇത് നഷ്ടപ്പെടാതെ ഞാൻ സൂക്ഷിക്കുകയാണ്. പ്രദീപ് എന്നാണ് ആ സഹോദരന്റെ പേര്. സുബ്ഹാനല്ലാഹ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണ്. അദ്ദേഹം അമുസ്ലിമായ സഹോദരനാണ്.
പക്ഷേ അദ്ദേഹത്തിന്റെ പേഴ്സിന്റെ ഉള്ളിൽ അദ്ദേഹം നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനമായ കഅബ ഷരീഫിന്റെ ഒരു നല്ല മനോഹരമായ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ പേഴ്സിൽ. അത് കേവലം ഇന്നോ ഇന്നലെ ഉള്ളതല്ല, 25 കൊല്ലമായി ഉസ്താദേ ഇത് ഞാൻ നിധി പോലെ സൂക്ഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാരായ ആളുകൾക്കിടയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് ഓരോരുത്തരെയും നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു നമ്മുടെയൊക്കെ ഖൽബ് നന്നാക്കി തരട്ടെ. ആരോടും വൈരാഗ്യം വേണ്ട. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരോടും സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സമാധാനത്തോടെ ജീവിക്കുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ മുസ്ലിമാവുകയുള്ളൂ. യഥാർത്ഥ മുസ്ലിമാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല. ഞാനിത് പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം നന്നാവാനാണ്. എല്ലാവരും ഉഷാറാവട്ടെ, എല്ലാവർക്കും നല്ല വാഹനങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാവരും നല്ല വീട്ടിൽ താമസിക്കട്ടെ, എല്ലാവരുടെ മക്കളും പഠിച്ചുഷാറാകട്ടെ എന്ന്, എല്ലാവരും വലിയ വലിയ ഉന്നതിയിലേക്ക് എത്തട്ടെ. ഞാൻ മാത്രം, എൻ്റെ മക്കൾ മാത്രം, എൻ്റെ കുടുംബം മാത്രം ഉഷാറായാൽ മതി, അപ്പുറത്തെ വീട്ടുകാരൻ നശിച്ചു പോകണം എന്ന് ചിന്തിച്ചിട്ട് സ്വന്തം കുടുംബക്കാർക്ക് നേരെ പോലും സിഹ്ർ ചെയ്യുന്ന സാഹചര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടം. അഊദു ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്, ഹൃദയം നന്നാക്കണേ അല്ലാഹ്.